back to Zala Learning. Akhila Miss ആണ്. So yes, class 9 CPSE new NCERT syllabus അനുസരിച്ചുകൊണ്ട് നമ്മളിത്തെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദ സെപ്പറേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം, ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മിക്കവാറും ചിലപ്പോൾ ചില സ്കൂൾസിലൊക്കെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ കൂട്ടി 9 CBSE കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് എല്ലാവരും പ്ലാൻ ചെയ്യുക. കാര്യം നെക്സ്റ്റ് ഇയറിലാണ് നമുക്ക് ബോർഡ് എക്സാം ഒക്കെ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ കുറച്ച് ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ അല്ലെ, ഫാസ്റ്റായിട്ടല്ല ഏർലി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരിക്കും. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ 9 CBSE ഇപ്പോൾ സ്കൂൾസിലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദർ സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ആൻഡ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ട് മുന്നേയുള്ള ആളുകൾ, അതായത് നിങ്ങളുടെ തൊട്ട് മുന്നേയുള്ള നിങ്ങളുടെ സീനിയേഴ്സ്, അവർ പഠിച്ചിട്ടുള്ള അവർക്കും ഈ ഒരു ചാപ്റ്റർ ഇതിനകത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അല്ലേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതാ നിങ്ങളുടെ ഈ പറയുന്ന സെപ്പറേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ തന്നെ കുറേ എല്ലാ ടൈപ്പ് കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാറുണ്ട് എന്ന് മക്കളൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പഠിക്കുന്ന പല കാര്യങ്ങളും ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് തൊട്ട് മുന്നേ നിങ്ങൾക്കറിയാം 8 CBSE സിലബസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിനകത്ത് പുതിയ സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ലിങ്ക് ചെയ്യാൻ പറ്റും. പഴയ സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ നമ്മൾ അതൊന്നും ആലോചിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും പുതിയ ആളുകളാണ് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. സോ ഡോണ്ട് വെറി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, പക്ഷേ സിലബസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. കംപ്ലീറ്റ് സിലബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് നോക്കുമ്പം ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ടോപ്പിക്, ആ സിലബസിനകത്ത് ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, അതായത് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ആ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ, എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, സെപ്പറേഷൻ ആണ് അല്ലേ. അപ്പൊ മിക്സ്ചർ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ സിലബസിൽ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഈ മിക്സ്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ, തുടക്കം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ്, വാട്ട് യു മീൻ ബൈ മിക്സ്ചർ അല്ലെ, എന്തിനാണ് നമ്മളൊരു മിക്സ്ചർ എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഞാൻ നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഇയാളെ കാണുന്ന സമയത്ത് മിക്സ്ചർ എന്നൊന്നും നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ല. ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയാൽ നമ്മൾ മിക്സ്ചറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മിക്സ്ചർ എന്നൊക്കെയാണ് പലരും പറഞ്ഞൊക്കെ കേൾക്കാറുള്ളത് അല്ലേ. ആക്ച്വലി അത് മിക്സ്ചറാണ്. അതിൻ്റെ റീസൺ എന്താ, നിങ്ങൾ ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് എന്തോരം ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇത് നോക്കിയേ, പല സൈസിലുള്ള പല ഷേപ്പിലുള്ള അല്ലേ, അതുപോലെ തന്നെ നട്ട്സ്, കറി ലീവ്സ്, ചില്ലീസ് എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ആളുകളും ഇതാ ചുമ്മാ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഇതിനകത്തുള്ള കടല മാത്രം വേണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഹാൻഡ് പിക്കിംഗ് നിങ്ങൾക്ക് അത് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എടുത്തു തരാനായിട്ട് പറ്റും അല്ലേ. അല്ല, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് മാത്രം എനിക്ക് തരാനായിട്ട് പറ്റും. ബിക്കോസ് അത് ഇതുമായിട്ട് വേറെ കണക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ മിക്സ്ചർ എന്ന് പറയുന്നത്. എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances, അതായത് ഒന്നിലെ കൂടുതൽ സബ്സ്റ്റൻസ് എന്തായാലും എവിടെ ഉണ്ടായിരിക്കും, ഒരു മിക്സ്ചറിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ആർ ഫിസിക്കലി കമ്പൈൻഡ് ബട്ട് നോട്ട് കെമിക്കലി ബോണ്ടഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത്, അവർക്കിടയിൽ ഈ സബ്സ്റ്റൻസിനിടയിൽ കെമിക്കലി യാതൊരു തരത്തിലുള്ള കണക്ഷനും ഉണ്ടായിരിക്കില്ല അല്ലേ. നമ്മളെ ബോണ്ടിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ബോണ്ടുകളെ പറ്റിയൊക്കെ ഈ ഒരു വർഷമാണ് പഠിക്കുന്നത്. ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല. പലതരത്തിലുള്ള കെമിക്കൽ ബോണ്ടൊക്കെ ഉണ്ട്, അതായത് കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ യാതൊരു ബോണ്ടിങ്ങും ഇല്ലാതെ തന്നെ ചുമ്മാ ഫിസിക്കലി അവരിങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുവാണ്. അതിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ആ ടൈപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്സ്ചേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു, ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കുക, നമുക്ക് 2 ടൈപ്പ് മിക്സ്ചേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് മിക്സ്ചേഴ്സ്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഹോമോജീനസ്
മിക്സ്ചർ ആണ്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഹോമോ എന്ന് പറയുന്ന സമയത്ത് സെയിം എന്ന് പറയുന്ന ഒരു മീനിങ് ഓർക്കുക. നിങ്ങൾ നോക്കിയാൽ നമ്മൾ കുറച്ച് വാട്ടർ എടുത്ത് അതിനകത്ത് ഇതാ ഷുഗർ ആഡ് ചെയ്തു അല്ലേ. അപ്പം നന്നായിട്ട് സ്റ്റിറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഈ വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുവാണ് അല്ലേ. അതൊരു മിക്സ്ചർ ആണ്. ഷുഗറും വാട്ടറും അതിനകത്ത് ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ. വിച്ച് മീൻസ് അതിനകത്ത് ഷുഗർ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിനകത്തുള്ള ഷുഗറിനെയോ വാട്ടറിനെയോ, ഈ ഷുഗർ സൊല്യൂഷൻ്റെ അകത്തുള്ള ഷുഗറിനെയോ വാട്ടറിനെയോ ഒന്നും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ നെയ്ക്കടായി വെച്ചിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ. അവിടെ ഒരു ബൗണ്ടറി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ നന്നായിട്ട് സ്റ്റിർ ചെയ്തതിന് ശേഷം. ശരിയല്ലേ മിസ് പറഞ്ഞത്? അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് നോക്കിയോ, ഇഫ് ഓൾ ദ കമ്പോണൻസ് ആർ മിക്സഡ് യൂണിഫോംലി ആൻഡ് ദർ ഈസ് നോ ക്ലിയർ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം അല്ലേ. അതായത് ഒരു മിക്സറിനകത്ത് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ്, ഇപ്പം ഞാൻ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് ഷുഗറും വാട്ടറും 2 സബ്സ്റ്റൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ട്, അവർ മിക്സ് ചെയ്ത് കിടക്കുവാണ്. അതിൻ്റെ ഒരു ബൗണ്ടറി ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, വിസിബിൾ അല്ല. അത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഇതേപോലെ ഡിസോൾവ് ആയിട്ട് കിടക്കുകയാണ്. അതായത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്ത് ഇവിടുന്ന് നോക്കിയാലും ഇവിടുന്ന് നോക്കിയാലും ഇവിടുന്ന് നോക്കിയാലും ഇവിടുന്ന് നോക്കിയാലും ഒക്കെ അതിനകത്തുള്ള ആ ഒരു റേഷ്യോ ഉണ്ട്. അതായത് എത്ര വാട്ടർ ഉണ്ട്, എത്ര ഷുഗർ ഉണ്ട് എന്നൊക്കെ ഉള്ളത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ കമ്പോസിഷൻ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ദ കമ്പോണൻസ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് അല്ലേ. ഇതിനകത്തുള്ള കമ്പോണൻസിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് ഷുഗർ എടുത്ത് കുറച്ച് വാട്ടറിലിട്ട് നോക്കുക, നന്നായിട്ട് സ്റ്റിർ ചെയ്തതിന് ശേഷം ഒബ്സർവ് ചെയ്യുക. ക്ലിയർ ബൗണ്ടറി ഇല്ല, ഈ പറയുന്ന പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. സോ ആ ടൈപ്പ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അടുത്തൊരു ടൈപ്പ് എന്താണ്? അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്. ഹെട്രോജീനിയസ് എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻ്റ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ ആലോചിക്കുക. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇത് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ നമ്മൾ വാട്ടറും ഓയിലും തമ്മിൽ ഞാൻ മിക്സ് ചെയ്തു. നേരത്തെ ഷുഗറും വാട്ടറും ചെയ്ത പോലെ ഞാനിവിടെ ഓയിലും എടുത്തു, അതേപോലെ തന്നെ വാട്ടറും എടുത്തു. ഇത് തമ്മിൽ ഞാൻ നന്നായിട്ട് സ്റ്റിറൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ കാണാൻ പറ്റുന്നത്? നോക്കിയാൽ നേരെ താഴെ ഇവിടെ വാട്ടറും ഉണ്ട്, മുകളിലായിട്ട് ഓയിലും അല്ലെ. ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അതായത് ഇതൊരു മിക്സറാണ്. ഈ മിക്സറിനകത്തുള്ള 2 കമ്പോണൻസ് ഉണ്ട്. ആ 2 കമ്പോണൻസിനെ എനിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. കാര്യം അവർ കൃത്യമായിട്ട് എന്തായിട്ടില്ല, മിക്സ് ആയിട്ടില്ല അല്ലേ. സോ നമുക്ക് പറയാം, എ മിക്സർ ഈസ് കോൾഡ് ഹെട്രോജീനിയസ് if its composition is not uniform throughout and the components have visible boundaries of separation. The components of a heterogeneous mixtures can be seen by naked eyes അല്ലേ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആ കമ്പോണൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. യൂണിഫോം കോമ്പോസിഷൻ ആണോ ഉണ്ടാവുക? ഒരിക്കലും അല്ല, നോൺ യൂണിഫോം കോമ്പോസിഷനാണ്. കാര്യം ഈ ഒരു മിക്സറിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്പൂൺ എടുത്ത് ഇവിടുന്ന് ഒരു സ്പൂൺ എടുത്തു, ഇവിടുന്ന് ഒരു സ്പൂൺ കളക്ട് ചെയ്തു, ഏറ്റവും താഴെ നിന്നും ഒരു സ്പൂൺ കളക്ട് ചെയ്തു. ഈ ഓരോ സ്പൂണിൽ, ഈ 3 സ്പൂണും ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല, ഇവിടെ നോക്കുമ്പോൾ കുറേ വാട്ടർ ഉണ്ടാവും, ഇവിടെ നോക്കുമ്പോൾ വാട്ടറും ഓയിലും മിക്സ് ആയി കിടക്കുന്നുണ്ടാവും, ഇവിടെ നോക്കുമ്പോൾ ഓയിൽ മാത്രമേ ഉള്ളൂ അല്ലേ. കാര്യം ആ മിക്സറാണ് ഞാൻ പറയുന്നത്. മിക്സർ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിട്ടില്ല, യൂണിഫോമിലാണോ? യൂണിഫോമിറ്റി ഉണ്ടോ അവിടെ? ഇല്ല. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെട്രോജീനിയസ് മിക്സർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഓയിൽ ആൻഡ് വാട്ടർ പറയാം. അതുപോലെ തന്നെ ഷുഗറും സാൻഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളത് എന്താണ്? ഹെട്രോജീനിയസ് ആണ്. വാട്ടറും ചോക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മഡി വാട്ടർ അല്ലേ, നമ്മൾ കുറച്ച് സാൻഡ് എടുക്കുന്നു, കുറച്ച് വാട്ടറിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. അപ്പോൾ നോർമലി ആദ്യം നമുക്ക് മഡി വാട്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഞാൻ കുറച്ച് സമയം ഞാൻ അതിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുന്നതിനനുസരിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും? നമ്മുടെ മഡൊക്കെ താഴെ ഇതേപോലെ കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോഴും മുകളിൽ ചില ഈ പറയുന്ന പോലെ ഉണങ്ങി കിടക്കുന്ന ലീവ്സിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തെ പോലെ തന്നെ ഒരു സ്പൂണ് ഞാൻ നിങ്ങൾക്ക് തന്നു. ഇതൊരു ഇതിപ്പോൾ 1ാമത്തത്, ഇത് 2ാമത്തത്, ഇത് 3ാമത്തത്, അങ്ങനെയാണ് അല്ലേ. ഫൈനലി കിട്ടിയിട്ടുള്ളതാണ് ഈ 4th വൺ എന്ന് പറയുന്നത്. ഞാനൊരു സ്പൂൺ എടുത്ത് ഇവിടുന്ന് കുറച്ച് കളക്ട് ചെയ്യുന്നു, ഇവിടുന്ന് കുറച്ച് സാമ്പിൾ എടുക്കുന്നു, ഇവിടുന്ന് കുറച്ച് സാമ്പിൾ എടുക്കുന്നു. അവിടെ യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടോ ഇതിനകത്തുള്ള സബ്സ്റ്റൻസിന്റെ ഇടയിൽ? കാണാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ഇല്ല അല്ലേ. ഓരോ
സ്ഥലത്തും ഓരോ രീതിയിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെട്രോജീനിയസ് മിക്സർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഒരിക്കലും മക്കൾ മറക്കരുത്, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആണ്, ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ യൂണിഫോം ആണ്. എക്സാമ്പിൾസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം എയർ എന്ന് പറയുന്നത് മിക്സർ ആണ് അല്ലേ. എയറിനകത്ത് ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ആ ഗ്യാസസിൻ്റെ ഒക്കെ മിക്സറിനാണ് നമ്മൾ എയർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയാണ്? ഏതാണ്? എയർ ആണ്. എയർ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയാണ്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ മക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഹോമോജീനിയസ് ആണോ, അത് ഹെട്രോജീനിയസ് ആണോ, അതല്ല അത് യൂണിഫോം മിക്സർ ആണോ, നോൺ യൂണിഫോം മിക്സർ ആണോ, എന്ത് വേണമെങ്കിലും പറയാം നമുക്ക്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ പിന്നിലുള്ള റീസൺസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. സോ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ച് ഇതാ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിഞ്ച ബാച്ചിൽ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ അഡ്മിഷൻ എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, ബേസിക്സ് ആണ് പോകുന്നത്. ഉടനെ തന്നെ നമ്മൾ ചാപ്റ്റേഴ്സും ഇതാ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഇതാ ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ അല്ലേ. അപ്പോൾ 3 പ്ലാനുകളും കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എപ്പോഴും മാക്സിമം നമ്മുടെ ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പും ഒക്കെ ഉള്ള പ്ലാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക മക്കൾ. അടിപൊളിയായിട്ട് നമുക്ക് നിഞ്ച ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കണ്ട, എയർ ഏത് കാറ്റഗറിയാണ്? നിഞ്ച ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ദാ ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുക. പാരൻസിന് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് ദാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.